ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെഹാ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് കുമ്പളങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകും കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ കുമ്പളങ്ങ വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടി 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ ഇത് അരക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ നല്ല പുളിയുള്ള 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരിന് പകരം മോരായാലും മതി. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണ്. എന്നിട്ടാണ് ഇതിലോട്ട് അരപ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ സദ്യ റെസിപ്പീസൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. അപ്പോൾ പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അത് അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത്. അപ്പോൾ പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം പുളി വേണം. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണ്ട, ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി കണ്ടാൽ തോന്നും നമുക്ക് മഞ്ഞപ്പൊടി കുറച്ച് കുറഞ്ഞു പോയോ, കളർ കുറവായോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളിട്ടത് കറക്റ്റ് അളവ് തന്നെയാണ്. കുറേ കഴിയുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും മതി. നമ്മളിത് ഒഴിച്ചു കറിയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് മാറ്റാം. അപ്പോൾ ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് പുളിശ്ശേരിയിലോട്ട് ചേർക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് പുളിശ്ശേരി. അപ്പം നിങ്ങൾക്ക് ഇനി മാങ്ങ വെച്ചിട്ടോ അതുപോലെ പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്